ഹായ് മക്കളെ, അമീൻ സാറാണ്. എല്ലാവരും ഓണം ആഘോഷിക്കായിരിക്കും. ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം നൽകുകയാണ്. മക്കളെ 2 ദിവസമൊക്കെ റെസ്റ്റ് എടുത്ത് അടിപൊളിയാക്കിയിട്ട് ഇനി പഠിച്ചായിരുന്നാൽ മതി കേട്ടോ. സോ ഒരു കാര്യം എൻ്റെ മക്കൾക്കറിയാം, നിങ്ങളെല്ലാവരും തമ്മിലേയും കണ്ടതുപോലെ വന്നതായിരിക്കും. ഇങ്ങനെ പഠിച്ചാൽ എൻ്റെ മക്കൾക്ക് ക്രിസ്മസ് എക്സാം സിമ്പിളായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഓൺ എക്സാം എങ്ങനെയായിരുന്നുള്ളത്. ഓൺ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കൊക്കെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എക്സാം ടഫായിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും മനസ്സിലായില്ല, അത്രത്തോളം ടഫാണെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമാണ്, എല്ലാവരും പറഞ്ഞതാണ് ഈ പ്രാവശ്യത്തെ ഓൺ എക്സാം ടഫാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത എക്സാം സിമ്പിളാണോ? അടുത്തതും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ക്രിസ്മസ് എക്സാമിന് എൻ്റെ മക്കൾ കാണുന്നത്. ആ സമയത്തും ടഫാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ മാർക്കിനനുസരിച്ചാണ് നിങ്ങളെ USS സെലക്ഷനും അതേപോലെ തന്നെ നിങ്ങളെ എല്ലാ കാര്യത്തിലുള്ള മാറ്റം വരുന്നത് ആ ഒരു എക്സാമിലാണ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം മക്കളെ, ക്രിസ്മസ് എക്സാം നമുക്ക് സെറ്റപ്പ് ആക്കണം. മക്കളെ, നിങ്ങൾ 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ 3 കാര്യം കൃത്യമായിട്ട് മാറ്റുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഏറ്റവും നല്ലൊരു പ്ലാൻ വേണം. കാരണം ഇനിയുള്ള എക്സാമിനുള്ള ടൈം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഈ ഓൺ എക്സാം 4-5 മാസം കിട്ടിയിട്ടുണ്ട് 2-3 ചാപ്റ്റർ പഠിക്കാൻ. പക്ഷെ അതേപോലെയല്ല, ഇനി 2.5 മാസമുള്ള 4-5 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ അബദ്ധം പറ്റും. കാരണമല്ല, നിങ്ങളെ സ്കൂളിൽ ആർട്സും സ്പോർട്സും ഒക്കെ വരല്ലേ, അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ വേണം. പ്ലാൻ എവിടെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾ കൃത്യമായിട്ട് ഇനി എന്താണോ പഠിക്കുന്നത് അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പാടും. കാരണം ഇത്രയേ ഉള്ളൂ, ഇനി വരാൻ പോകുന്ന എക്സാം ആവട്ടെ, USS എക്സാം ആവട്ടെ, ക്രിസ്മസ് എക്സാം ആവട്ടെ, ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അത് ഇപ്പോഴേ പഠിച്ച് അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കൂടുതൽ എഫക്റ്റീവ്നെസ് ആവും. അപ്പോൾ എൻ്റെ മക്കളുടെ ഷോർട്ട് നോട്ട് എവിടെ കിട്ടുന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ കാര്യം. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരു ചാപ്റ്ററിന് 20-ലധികം അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടില്ല. കാരണം ഇനി വരാൻ പോകുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രസ്താവന ടൈപ്പ്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചിന്തിച്ച് എഴുതിയാലേ ഇനി മക്കൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ 3 എവിടെ കിട്ടും എന്നുള്ളതാണ് ഡൗട്ട്. മക്കൾ ഒരു കാര്യം പറഞ്ഞുതരാം, ഇനി നമ്മൾ അടിപൊളിയായിട്ട് മാറ്റാൻ പോകുന്നതാണ് നമ്മൾ അവഞ്ചേഴ്സ് ബാച്ച്. കാരണം അടിമുടി മാറ്റം വരുത്തി ഹിറ്റിലാക്കി എൻ്റെ മക്കൾ മാറ്റാൻ വേണ്ടി പോവാണ്. മാത്രമല്ല, ഇനി അവഞ്ചേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് USSും കംപ്ലീറ്റ്ലി ഫ്രീ നൽകാൻ വേണ്ടി പോവാം. അത് ഞാൻ ഇപ്പോൾ പറയുകയാണ്. ഇത് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഉറപ്പിച്ചോ, 2-3 മാസം കൊണ്ട് നമ്മളായിരിക്കും ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാം. USS നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കി കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് നിന്ന് കൃത്യമായിട്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ചു തരും. മക്കൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് മുന്നേറാൻ വേണ്ടി പോവാണ്. ഏറ്റവും കിടിലമാക്കി ഏറ്റവും അടിപൊളിയായിട്ട് പുതിയ സിലബസിൽ പുതിയ ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിൽ നമ്മൾ മാറ്റും. മക്കളെ വേഗം തന്നെ താഴത്തെ നമ്പറിൽ വിളിച്ചോ, നമുക്ക് പൊളിച്ചടുക്കി കിടിലാക്കി പഠിക്കാം. വെൽക്കം ടു അവഞ്ചേഴ്സ് ഫാമിലി.